ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു റവ വെച്ചുള്ള സ്നാക്കാണ്, അതായത് റവ ലഡു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അതിനായിട്ട് 1/2 കിലോ റവ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 150 ഗ്രാം പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 200 ml പാലാണ്, തിളപ്പിച്ചാറിയ പാല്, ഒരു അര നാളികേരം ചിരവിയത്, 1 സ്പൂണ് കരിഞ്ജീരകം, ഒരു 3/4 സ്പൂണ് ഏലക്കായ പൊടിച്ചത്. ഇപ്പോൾ ഞാൻ ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായി ഡ്രൈ ആയതിനു ശേഷം തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട്. ആ റവ അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഒരു അല്പം ഫ്ലെയിം കൂട്ടി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ നിന്ന് അല്പം കൂട്ടി കൊടുത്ത് നമ്മളിതൊന്ന് വറുത്തെടുക്കണം. അതായത് കരിഞ്ഞു പോകാതെ തന്നെ ഇത് വറുത്തെടുക്കണം, ഒരല്പം ബ്രൗൺ നിറമാകുന്നവരെ. ഈ സമയത്ത് ഞാൻ അതിലേക്ക് കരിഞ്ജീരകവും ചേർത്ത് കൊടുത്തു. രണ്ടും കൂടി ശരിക്കും ഒന്ന് വറുത്തെടുക്കാം. കരിഞ്ജീരകത്തിന് പകരം എള്ള് ചേർത്താലും മതിയാവും. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ആകുന്നവരെ നമ്മളൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒരു നുള്ളുപ്പ്. കാരണം മധുരമുള്ള ഏത് പലഹാരത്തിനും ഒരു നുള്ളുപ്പ് ചേർത്താൽ നല്ലതാവും. അതുകൂടി ചേർത്ത് നല്ലതുപോലെ ഒന്നുകൂടി ഇളക്കി കൊടുത്തു. ഈ ഒരു ഘട്ടമാകുമ്പോൾ നമ്മൾ കയ്യിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ തേങ്ങ ചിരവയും ചേർത്ത് അതുകൂടി നന്നായിട്ടൊന്ന് ചൂടാവോളം നമ്മളതൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മൾ പ്രത്യേകം തീ ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കണം, നല്ലതുപോലെ കൈവിടാതെ ഇളക്കി കൊടുക്കണം. അപ്പോൾ തേങ്ങയൊക്കെ ഒന്ന് ശരിക്കൊന്ന് ചൂടായി എന്ന് ഇതേപോലെ ഒരല്പം മൊരിമൊരിയായിട്ട് വരും. അപ്പോൾ ഈ സമയത്ത് നമ്മൾ കയ്യിലേക്ക് ആ ഏലക്ക പൊടിച്ച് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഞാൻ അതിലേക്ക് ഇതേപോലെ ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. മുഴുവനായിട്ട് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല. പഞ്ചസാരയുടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ മധുരമൊക്കെ ഞാൻ നോക്കുമ്പോൾ ഒന്ന് കറക്റ്റ് പോരാ. ആ മുഴുവൻ പഞ്ചസാര, എടുത്ത പഞ്ചസാര മുഴുവൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര ഇട്ടതിന് ശേഷം നമ്മൾക്ക് ഒരുപാട് അങ്ങോട്ട് അത് മെൽട്ടാവാൻ നിൽക്കരുത്. ഒരു വിധം അതൊന്ന് മെൽട്ടായാൽ മതി, ഒരു ഹാഫ് അളവിൽ. ഇപ്പോൾ നമ്മുടെ റവയൊക്കെ ശരിക്കും ഒന്ന് വറുത്തും വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ അതിലേക്ക് 1 സ്പൂൺ അളവിൽ നെയ്യ് കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1-1.5 സ്പൂൺ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അതുകൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ തീ ഒന്ന് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കണം. ഇനി നമ്മൾ അതിലേക്ക് ഒരു 2 സ്പൂണ് കാഷ്യൂ നെയ്യിൽ വറുത്തെടുത്തതും കൂടി അതുകൂടി ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തു. അപ്പോൾ ഈ ഘട്ടത്തിൽ നമ്മൾക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫാക്കാനായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കുകയാണ്. പാലൊഴിച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. പാൽ ഞാൻ എടുത്ത പാൽ മുഴുവൻ എടുത്തിട്ടില്ല, അതിൻ്റെ 3/4 ഭാഗം എടുത്തുള്ളൂ. 200 ml 150 ml പാൽ കൂടി എടുത്തു. ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫാക്കി. എന്നതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ പാലൊഴിച്ചുകൊണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറുമല്ലോ, ചൂടാറിയ പാലായതുകൊണ്ട്. എന്നിട്ട് നമ്മൾ നേരെ തന്നെ ഇതേപോലെ ഉരുട്ടിയെടുക്കാം, ലഡുവാക്കിയിട്ട്. അപ്പോൾ ഇളം ചൂടോടുകൂടി തന്നെ എടുക്കണം, അപ്പോഴാണ് നമുക്ക് നല്ല ഫിനിഷിംഗ് ആയി കിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ ഒരെണ്ണം ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമത് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ മൂന്നാമത് എടുക്കുമ്പോൾ നമ്മൾക്ക് കയ്യിൽ നല്ല ചൂടും ആ ഒട്ടിപ്പിടിച്ച റവയൊക്കെ ഒന്ന് പോകാൻ വേണ്ടി ആ ബാലൻസ് പാൽ ഇതേമാതിരി ഒരു പാത്രത്തിലാക്കിയിട്ട് അതിലേക്ക് കൈ നനച്ചിങ്ങനെ കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾക്ക് നല്ല ഫിനിഷിംഗ് ആയി കിട്ടും. അപ്പോൾ ഇത് നമ്മൾ റവ ലഡു എന്നും പറയും, തരിയുണ്ടെന്നൊക്കെ പറയും. മലബാർ സൈഡിലൊക്കെ ഇതിനെ തരിയുണ്ടെന്നാണ് പറയുക. എന്തായാലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ്, എല്ലാവരും ഇഷ്ടപ്പെടും. തേങ്ങയും കാഷ്യൂ നട്ട്സും നെയ്യൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല സൂപ്പറായിട്ട് വരും. അപ്പോൾ ഇതുപോലെ ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളെ അടിപൊളി റവ ലഡു ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫിനിഷിംഗ് ആയി നമുക്കൊരു 15 ലഡു കിട്ടിയിട്ടുണ്ട്. അല്പം പാലയിൽ ബാക്കിയുണ്ട്. അപ്പോൾ സൂപ്പർ റവ ലഡു ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഞാൻ അതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. അപ്പോൾ അടിപൊളിയായില്ലേ? വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.